എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ ഫാസ്റ്റ് പാസഞ്ചറിൽ ഒരു യാത്രയുണ്ടാകും. അപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന സ്ഥലം വരെയാണ് ഞാനിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ഞാനിപ്പോൾ കലൂർ ജംഗ്ഷനിൽ സിഗ്നലിൽ കിടക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സിഗ്നലിനെ പറ്റി പറയണ്ടല്ലോ, കുറച്ച് നേരം എടുക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5-1.25 മണിക്കൂർ മതി ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ ഹൈവേയിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 2.25 മണിക്കൂറൊക്കെ വേണ്ടി വരും, അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പല ടൈപ്പ് KSRTC ബസ് സർവീസസ് ഉണ്ട്. ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ അതിൽ ഞാൻ ഓർഡിനറി സർവീസിലും സൂപ്പർ ഫാസ്റ്റ് സർവീസിലും യാത്ര ചെയ്തു. പിന്നെ ഞാൻ ഫാസ്റ്റ് പാസഞ്ചറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ പാലാരിവട്ടം ജംഗ്ഷനിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പാലാരിവട്ടം ജംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ സ്റ്റോപ്പുകളുണ്ട്. പക്ഷേ അവിടെയൊന്നും അധികം വണ്ടി നിർത്താറില്ല. പക്ഷേ കൈ കാണിച്ചാൽ വണ്ടി നിർത്തോട്ടാ. പക്ഷേ ഈ വണ്ടി മെയിനായിട്ടുള്ള സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പാലാരിവട്ടം, അത് കഴിഞ്ഞാൽ എടപ്പള്ളി. ഇതാണ് ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ പാലാരിവട്ടം ജംഗ്ഷൻ സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ അടുത്ത സ്റ്റോപ്പായ എടപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിരിക്കുക കേട്ടോ. എടപ്പള്ളി ജംഗ്ഷൻ. അപ്പോൾ ഞാനവിടെ കലൂർ ജംഗ്ഷനിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ബസ് വന്നത്, ഈ ഫാസ്റ്റ് പാസഞ്ചർ, തൃശ്ശൂർ ഫാസ്റ്റ് പാസഞ്ചർ. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഫുള്ളാവും, കാരണം സീറ്റൊക്കെ എന്തായാലും ഫുള്ളായി. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഫുള്ളാവും. അപ്പോൾ ബ്ലോക്കൊന്നും ഇല്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു. ബ്ലോക്ക് ഇല്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് എത്താമായിരുന്നു. പക്ഷേ എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും, അത് ഉറപ്പാണ്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 26 മിനിറ്റിന് ശേഷം ആലുവ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കട്ടെ. ആലുവ എത്തി. അപ്പോൾ ഇനി ഈ വണ്ടി ആലുവ ബസ് സ്റ്റാൻഡിലോട്ട് പോകും. അപ്പോൾ ഞാൻ നേരത്തെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലുള്ള വണ്ടികൾ ആലുവ സ്കിപ്പ് ചെയ്യും. കാരണം ആലുവ കയറിക്കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് പോകും. അപ്പോൾ ഈ ഫാസ്റ്റ് പാസഞ്ചറൊക്കെ ആലുവ കയറും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ആലുവ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് എന്തായാലും വണ്ടി ഫുള്ളാവട്ടാ, ആലുവയിൽ വെച്ച്. കാരണം എന്തായാലും തൃശ്ശൂർ പോകാനൊക്കെ നല്ല കുറച്ച് അധികം ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ കുറേ വണ്ടികൾ അടക്കമുണ്ട് കേട്ടോ. തിരുവനന്തപുരം, ചേർത്തല, വൈറ്റില എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന വണ്ടികൾ കിടക്കുന്നുണ്ട്. തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ ആലുവ എത്തി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നേരത്തെ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സൂപ്പർ ഫാസ്റ്റ് വണ്ടികളൊക്കെ സാധാരണ ഇത് ആലുവ KSRTC ബസ് സ്റ്റാൻഡ് സ്കിപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നണം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ആയിരിക്കും ആലുവയിൽ നിന്ന്. കാരണം ഈ ആലുവ അടിപൊളി, ഇപ്പോൾ ബസ് സ്റ്റാൻഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തുനിന്നും ബസ്സുകൾ വേണമല്ലോ പല സ്ഥലങ്ങളിലോട്ട്. അതായിരിക്കും എനിക്ക് തോന്നണം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയായിരിക്കും തിരുവനന്തപുരത്ത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാട്ടോ ഈ ആലുവയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഫാസ്റ്റ് പാസഞ്ചർ കാറ്റഗറിയിലുള്ള KSRTCയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബസ്സുകൾ ഇതിൻ്റെ ഫെയർ സാധാരണ ഓർഡിനറി ബസ്സുകളെക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അതുമാത്രമല്ല, ഇതിന് സ്റ്റോപ്പുകളുണ്ട്. പക്ഷേ ഈ ഓർഡിനറി നിർത്തുന്ന സ്റ്റോപ്പുകളിലൊന്നും ഇത് നിർത്തില്ല. അത്യാവശ്യം മെയിനായിട്ടുള്ള സ്റ്റോപ്പുകളിൽ മാത്രമേ ഈ വണ്ടി നിർത്തുള്ളൂ. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അതുമാത്രമല്ല, പക്ഷേ ഇതിൻ്റെ ഫെയറിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണ്. അത്രയും ഇതിൻ്റെ പ്രത്യേകതയുള്ളൂ. ഓർഡിനറിയിലാണെങ്കിൽ എല്ലായിടത്തും നിർത്തുകയും ചെയ്യും. അതുമാത്രമല്ല, ഫെയർ കുറച്ച് കുറവാണ് ഈ ഫാസ്റ്റ് പാസഞ്ചറിനേക്കാളും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. കാരണം വലിയ ബ്ലോക്കൊന്നും കിട്ടിയിട്ടില്ല ഈ വണ്ടിക്ക്. അപ്പോൾ ഈ തൃശ്ശൂർ എത്തിക്കാനൊരു സമയം ഉണ്ടാവില്ല ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കാം സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ അടുത്ത മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അങ്കമാലിയാണ് കേട്ടോ. അപ്പോൾ അങ്കമാലി ആകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ കയറും. അങ്ങനെ വണ്ടി വീണ്ടും ഫുള്ളാവും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ വണ്ടി ആലുവ മെട്രോ സ്റ്റേഷനിൽ ഈ വണ്ടി എത്തിയപ്പോൾ നോക്കിയപ്പോൾ ഒരു
കാലി അടിച്ചൊരു ഫാസ്റ്റ് പാസഞ്ചർ തൃശ്ശൂരിലോട്ട് പോകുന്ന വണ്ടി. പക്ഷെ അതിൽ കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ 1 മണിക്കൂർ 10 മിനിറ്റിന് ശേഷം അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ മുതൽ ഈ ബസ് സ്റ്റാൻഡ് വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു. കാരണം ഈ ഇഷ്ടംപോലെ ലോറികളുള്ളതുകൊണ്ടേ, ഈ ലോറികളാണ് ഇത് പതിയല്ലേ പോവുള്ളൂ, അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. പക്ഷേ എങ്ങനെയോ നമ്മുടെ വണ്ടി ഇങ്ങനെ അങ്കമാലിയിൽ എത്തിയിട്ടാ. പാകത്തിന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അരമണിക്കൂറുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ കൊടകര. അരമണിക്കൂർ 3/4 മണിക്കൂറുള്ളൂ കൊടകരയിലോട്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ബ്ലോക്ക് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ വണ്ടി അങ്ങനെ KSRTC ഡ്രൈവർ നല്ല സ്പീഡിലായിട്ട് വണ്ടി പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൊരട്ടി, കറുകുറ്റി, ഡിവൈൻ നഗർ അവിടെയൊക്കെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റോഡിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ KSRTC ഇങ്ങനെ ബസ് വൈകും. അപ്പോൾ 2.5 മണിക്കൂറാണ് ശരിക്കും പറഞ്ഞാൽ ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ. പക്ഷേ വർക്ക് നടക്കുന്നതുകൊണ്ട് മിനിമം ഒരു 3.5 മണിക്കൂറെങ്കിലും ആവും. കാരണം ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എത്രയും പെട്ടെന്ന് വർക്ക് തീരട്ടെ എന്ന് വിചാരിക്കും. വർക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പെട്ടെന്ന് തീർത്താൽ നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ റോഡിൽ വർക്ക് നടക്കുന്ന കാര്യം പറഞ്ഞാൽ കണ്ട അതിൻ്റെ കുഴപ്പങ്ങൾ ഇത് കണ്ടോ, നിറച്ച് ബ്ലോക്കാണ്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ തന്നെ വേറൊരു KSRTC ബസ് ഉണ്ട്. അത് ഈ കോയമ്പത്തൂരിലോട്ട് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ ഭയങ്കര ലേറ്റാവും. ഇത് എത്രയും പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, തീർക്കാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ഡിവൈൻ നഗർ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ വലിയ ഇറങ്ങാൻ ആൾക്കാരുണ്ടാവില്ല, കാരണം ഇതങ്ങനെ അത്ര മെയിൻ സ്റ്റോപ്പല്ല. അപ്പോൾ ഈ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഒന്ന് ചാലക്കുടി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ ഫാസ്റ്റ് പാസഞ്ചറൊക്കെ ഈ ഡിവൈൻ നഗർ സ്കിപ്പ് ചെയ്യുന്നു. പക്ഷേ സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുക കേട്ടോ, 2 മണിക്കൂറിന് ശേഷം. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ചാലക്കുടി എത്തി. അപ്പോൾ എൻ്റെ ഇപ്പുറത്ത് ഇരുന്ന ഒരു പാസഞ്ചർ, പുള്ളിക്കാരൻ തൃശ്ശൂരിലോട്ടാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ പുള്ളിക്കാരൻ ചാലക്കുടി ഇറങ്ങി. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഈ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂരിലോട്ട് ഈ ഓർഡിനറി സർവീസ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് അതിന് പോകാനായിരിക്കും. കാരണം ഈ തൃശ്ശൂർ ഓർഡിനറി സർവീസിൽ ഈ ഉച്ച സമയത്തൊന്നും തിരക്കധികം ഉണ്ടാവാറില്ല. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ പേരാമ്പ്ര സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ നിർത്തും. അപ്പോൾ ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെയാണ് കൂടുതലും ബ്ലോക്ക് വരാറുള്ളത്. കാരണം ഇവിടെ ഈ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് കൊടകര മുതൽ ഈ പേരാമ്പ്ര വരെ നിറച്ച് വണ്ടികളായിരിക്കും. അത്ര തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിൽ. ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഈ സൈഡ് കുഴപ്പമില്ല, അപ്പുറത്തെ സൈഡ് നല്ല ബ്ലോക്കാണ് കേട്ടോ. നമ്മുടെ വണ്ടി അങ്ങനെ പേരാമ്പ്ര സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ കൊടകര എത്തിച്ചേർന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നാട്ടിലോട്ട് കനമല ബസ്സിൽ കയറി നാട്ടിൽ പോകാനാണ് അടുത്ത പ്ലാൻ. സാധാരണ ഞാൻ ചാലക്കുടി അവിടെ നിന്നാണ് ഞാൻ സാധാരണ ഈ കനമലയ്ക്കുള്ള ബസ് കയറാം. പക്ഷെ ഇന്ന് അവിടെ പണി നടക്കുന്നതുകൊണ്ട് ഞാനിന്ന് കൊടകരയിൽ നിന്നാണ് ബസ് കയറണം. അപ്പോൾ ഉച്ച ടൈമാണ്, ബസ് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നോക്കാം. ബസ്സില്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും മിക്കതും. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞു ബസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ സൈഡ് ഇവിടെ ഈ എറണാകുളം കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഈ സൈഡ് അങ്ങോട്ട് പോകുന്ന വണ്ടികളായിട്ട് ഇതിലെ പോവുക. ഈ തൃശ്ശൂർ കോഴിക്കോട് ആ ഭാഗത്ത് പോകുന്ന വണ്ടികൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വരിക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.